ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി പെട്ടെന്ന് ശ്രുതിയോടേക്ക് എന്താ ശ്രുതി സാലറി കിട്ടുമല്ലേ, എന്താ ഇവനിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് കിട്ടും ശ്രുതി, ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ സച്ചി പെട്ടെന്ന് പറയുകയാണ് നിനക്ക് ഇവൻ്റെ സ്വഭാവം അറിയാൻ മേലാഞ്ഞിട്ടാ, ഇവൻ വേണമെങ്കിൽ ആ സാലറി നേരത്തെ മേടിച്ച് പുട്ടടിച്ച് കാണും, അതാ ഇവൻ്റെ സ്വഭാവം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നിർത്ത്, എന്തായാലും ശ്രുതി കാശ് തരും എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ വേണ്ട ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ക്യാഷ് ഞങ്ങൾ തന്നേക്കാമെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ പറയുകയാണ് നേരാ, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കാശ് കൊടുത്തേക്ക്, എന്തായാലും നിങ്ങളവിടെ പോകണ്ട, നല്ല വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് അവിടെ പോയാൽ മതി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എവിടെ വേണേലും പൊക്കോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയുടെ പറച്ചിലൊന്നും കേട്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടാതെ ശ്രുതി തല താത്തി നിൽക്കുവാണ് കേട്ടോ, ആകെ ചമ്മി നാറി. അതേ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് നേരാ, എൻ്റെ സാലറിയും പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കാശ് വരും, എന്നിട്ട് ഞങ്ങളുടെ സാലറി വരുമ്പോൾ ആ സാലറിക്ക് ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് അത് സാരമില്ല മോളെ, നീ ആഗ്രഹിച്ചതല്ലേ, എന്തായാലും നീ പൊയ്ക്കോ എന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് സാലറി വരുമല്ലോ, അപ്പോൾ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി താഴേന്ന് പറയുന്നുണ്ട് പൗഡർ എടുത്ത് പിണങ്ങിപ്പോയോ, എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുവാണ് എടാ അവർക്ക് നിന്നേക്കാളും നാണോ മാനോ ഉണ്ടല്ലോ, പറഞ്ഞ വാക്കിന് വിലയുണ്ട്, നിനക്കോ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 50 ലക്ഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുക അച്ഛാന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് സച്ചി നീ മിണ്ടാതിരിക്കുക, എപ്പോഴും ഇതെന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശ്രുതി അവിടുന്ന് പയ്യെ മുറ്റത്തിറങ്ങി ഇങ്ങനെ ചാരി നിൽക്കുവാണ് കേട്ടോ ഒരു പില്ലറിൽ. അപ്പോഴേക്കും ചന്ദ്ര വരുമ്പോഴേക്കും എന്താ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാനൊരു 10 കോടിയുടെ ബിസിനസ് തുടങ്ങുന്ന കാര്യം ആലോചിക്കുമായിരുന്നു എന്ന് പറയണം. ഇത് കേൾക്കുന്ന ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് എന്താ അമ്മയെ പറയുന്നത്, കൈ 10 രൂപ പോലും ഇല്ല, എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു, ക്യാഷ് അമ്മയും കൂടെ കൂടിയിട്ട് പറയുമല്ലേ ഇതേ തിരിച്ചു കൊടുക്കണമെന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട്, ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനെവിടെയാണ് സാലറി ഉള്ളതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഇപ്പം അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അവസ്ഥ വലിയ പരിതാപമായിരിക്കും, ഇവിടെ 1 ലക്ഷം തന്നിട്ട് ഇങ്ങനെ നീ ആ കാശ് എനിക്ക് തന്നിട്ട് വേണം എനിക്ക് പലിശക്കാർക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇനി നമ്മൾ ആധാരം എടുത്തൊന്നും കൂടെ ഇവിടെ ഉള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു ഭൂകമ്പം നടക്കും, അത് നിനക്കറിയാവോ, പലിശ കൊടുത്തില്ലെങ്കിൽ അവരെപ്പോൾ വേണമെങ്കിലും വീട്ടിലും കയറി വരും. ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ എത്രയും പെട്ടെന്ന് നല്ല ശമ്പളമുള്ളൊരു ജോലി കണ്ടുപിടിക്കാൻ നോക്ക്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയോടെല്ലാം തുറന്നു പറഞ്ഞാലോ, ഇപ്പം തുറന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ക്യാഷ് എടുത്തതെന്നും കൂടെ അവൾ ഉറപ്പിക്കും എന്ന് പറയുകയാണ്. കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എനിക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ അമ്മേ, എൻ്റെ ഇത്രയും ഡിഗ്രിക്കും ക്വാളിഫിക്കേഷനും പറ്റിയ ജോലി വേണ്ടേ, ഇപ്പോൾ ഒരു വാച്ച്മാൻ്റെ ജോലിയാണെങ്കിൽ ഇവിടെ എളുപ്പത്തിന് കിട്ടും എന്ന് വെച്ചാൽ എനിക്കത് പോയി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. കേൾക്കുന്ന ചന്ദ്ര പറയാണ് അതൊന്നും എനിക്കറിയാൻ പാടില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറ്, അല്ലെങ്കിൽ എൻ്റെ കൈവിട്ടെല്ലാം പോവും, നീ എന്നോട് പറയാണ്ട് ഓരോന്ന് കാണിക്കുന്നതുകൊണ്ടാണ് നീ ഈ മണ്ടത്തരത്തിലൊക്കെ ചെന്ന് ചാടുന്നതെന്ന് പറയണം. അപ്പോൾ നമ്മൾ ശ്രുതി പറയുകയാണ് ഗവൺമെൻറ് ഇവിടുത്തെ സിസ്റ്റം ഒന്നും തീരെ ശരിയല്ല, പണിയെടുക്കാതെ എല്ലാവർക്കും കാശ് കിട്ടണം, ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കൂടുതൽ കാശ് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇതെല്ലാം കൂടെ കേട്ടിട്ട് ദേഷ്യം വരുവാണ് കേട്ടോ. ചന്ദ്ര പറയാണ് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കഴുത്തേലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ്. അപ്പോൾ ശ്രുതി അന്തം വിട്ട് പോവാണ്. എന്നിട്ട് പറയാം അമ്മ വിടമ്മ വിട് എന്ന് പറയണം. എന്നിട്ട് ചന്ദ്ര പറയാം എത്രയും പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് കാശ് കൊണ്ട് തിരിച്ചെനിക്കിതാ, എനിക്ക് എന്തായാലും അവർക്ക് കൊടുക്കാനുള്ളതാ, അല്ലെങ്കിൽ അവരിവിടെ കയറി വന്ന് പ്രശ്നമാക്കുമെന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി ചെയ്യാമേ എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശ്രുതി പറയാണ് ഈ മാസത്തെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസത്തെ സാലറി കിട്ടുന്നോണം വരെ സമയമുണ്ടല്ലോ, അപ്പോൾ ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയണേ ഇനി അത് ഞാൻ തരണം എന്നായിരിക്കും നീ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചന്ദ്ര അകത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടിട്ട് ശ്രുതി ചിന്തിക്കുക അമ്മയുടെ സ്വഭാവവും മാറിത്തുടങ്ങി, അപ്പോൾ ഇനിയിപ്പം എന്തേലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന വർഷേനെ ശ്രീകാന്തിനെയാണ് കേട്ടോ. വർഷ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ ചെല്ലുവാണ്. ചെന്നപാടെ ഹഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതെന്തായി ചെയ്യുന്നത്, എല്ലാവരും ശ്രദ്ധിക്കും, വിട് വർഷ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ തന്നെ ഹഗ് ചെയ്യാനല്ലേ വന്നുള്ളൂ, കിസ്സൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് ഒരെണ്ണം കിട്ടിയായിരുന്നു അത് മതി എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ചോദിക്കുക നിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ, അച്ഛനും അമ്മയൊന്നും പറയാറില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുകയാണ് ഇല്ല അവരെന്നെ പൂവിട്ട് പൂജിക്കുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവരെ സംസാരിക്കുമ്പം അപ്പുറം 2 കപ്പിൾസ് ഇരുന്ന് പരസ്പരം ഐസ്ക്രീം വാരി കൊടുക്കുന്നത് കാണുവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും നോക്കാൻ നേരത്ത് ശ്രീകാന്തിൻ്റെ നെഞ്ചി തല വെച്ച് നമ്മുടെ വർഷ ഇങ്ങനെ നോക്കിയിട്ട് പറയുവാണ് അവളുടെ കഴുത്തിൽ താലിയില്ല, അപ്പോൾ ഇതെന്തായാലും ലവേഴ്സ് ആയിരിക്കും,
ലിവിങ് ടുഗദറാണ് എപ്പോഴും നല്ലതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ്, അപ്പോൾ നിനക്ക് മാരേജ് ഇഷ്ടമല്ലേ? ലവ് ചെയ്തിട്ട് മാരി ചെയ്യുമ്പോഴത്തേക്കും പ്രണയമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നെ പലരും തമ്മിൽ വഴക്കാവുന്നു, ഇതൊക്കെയാണ് പൊതുവെ കാണുന്നത്. ഇതാവുമ്പം ഫ്രീഡവും ഉണ്ട്, ബൗണ്ടറിയും ഉണ്ട്. അപ്പം നമുക്ക് ലിവിങ് ടുഗദർ ആയില്ലേന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ ശ്രീകാന്തിനോട് പറയാം, ഞാനങ്ങനെ പല ഫിലോസഫിയും പറയും, പക്ഷെ നമുക്ക് മാരേജാന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനാണ്. സുധി പുറത്തുനിന്ന് വരുമ്പോൾ ഒരു ബാഗൊക്കെ ആയിട്ട് വരുവാണ്. ആ ബാഗ് കൊണ്ട് ശ്രുതിയെ താഴെ വിളിച്ചിട്ട് രാവിലെ നമ്മുടെ സച്ചി വിളിച്ച പോലെ എല്ലാവരും ഒന്ന് ഇങ്ങ് വരണേ എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് വിളിച്ചു വരുത്തുവാണ് കേട്ടോ. എല്ലാവരും വരുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ എന്തിനാണ് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സുധി എല്ലാവരെയും നോക്കിയിട്ട് പറയുകയാണ്, ഞാനിവിടെ നിന്ന് എടുത്തിട്ട് പോയ ക്യാഷ് അത് ഞാൻ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്ര ഇങ്ങനെ ഇവരെവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ അന്തം വിട്ട് നിൽക്കുക. അതേസമയം നമ്മുടെ സച്ചി പറയാണ്, എടാ ഏട്ടാ നീ പറഞ്ഞ സത്യമാണോ? ഇപ്പോഴാണ് എനിക്ക് നിന്നോടൊരു മതിപ്പും വിലയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധിയുടെ കൈയൊക്കെ പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, കൊള്ളാടാ ഇതാടാ ഏട്ടാ ഹീറോയിസം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിനും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്ര ഇങ്ങനെ ഇവനെ ഏത് കാശ് എടുത്തുകൊണ്ട് പോയത് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പൗഡറേട്ടത്തി കൊള്ളാം എന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറ എവിടെ നിന്ന് കിട്ടി? നീ എന്തായാലും എടുത്തുകൊണ്ട് പോയ 50 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എടാ ശ്രീകാന്ത് എല്ലാവരും ഒന്ന് കൈയടിച്ച് ഇവന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്തുതി പറയാണ്, നിന്നോടാരാ ഞാൻ 50 ലക്ഷമാണ് തരുന്നതെന്ന് പറഞ്ഞേ? 50 ലക്ഷം തരാമെന്ന് ഞാൻ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിക്കുവാണ്, അല്ല ഇവനല്ലേ ഇപ്പോൾ പറഞ്ഞ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ക്യാഷ് തരാമെന്ന്? നീ കേട്ടില്ലേ രേവതി? നിങ്ങൾ കേട്ടില്ലേ? നീ ഇവിടുന്ന് വേറെ ഏത് ക്യാഷാണ് എടുത്തുകൊണ്ട് പോയത്? അമ്മ നിനക്ക് 1 ലക്ഷം രൂപ തരുമല്ലേ ചെയ്തേ, പിന്നെ നീ അടിച്ചുകൊണ്ട് പോയ ക്യാഷ് ഇവിടുന്ന് 50 ലക്ഷം അല്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും സ്തുതി ആകെ പെട്ടു പോവാണ്. നമ്മുടെ ചന്ദ്രമതി ദൈവമേ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. പെട്ടെന്ന് ചന്ദ്ര പറയാണ്, എടുത്തുകൊണ്ട് പോയാൽ എന്ത് കൊടുത്താൽ എന്ത്, എന്തായാലും അവൻ ക്യാഷ് തിരിച്ചു കൊണ്ടുവന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ്, അതിനോടാ ഇത്രയും ബിൽഡപ്പ്? ഇത് നീ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ക്യാഷ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത് ക്യാൻസൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു, അതിനായിരുന്നോടാ ഇത്രയും ഇത് കൂട്ടെന്ന് ചോദിച്ച് കളിയാക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എന്തായാലും എന്താ എടുത്തുകൊണ്ട് പോയ ക്യാഷ് തിരിച്ചു കൊണ്ടുവന്നു, നിങ്ങൾക്ക് ആർക്കും വേറെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ശ്രുതി തല താഴ്ത്തി നിൽക്കുവാണ്. സച്ചി ആണെങ്കിൽ ശ്രുതിനെ കളിയാക്കിക്കൊണ്ടും ഇരിക്കുവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ക്യാൻസൽ ചെയ്യേണ്ടായിരുന്നു, മോൾ അത്ര ആഗ്രഹിച്ചല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയണം, അത് സാരമില്ല അങ്കിൾ, ഞങ്ങൾ ശ്രുതിയുടെ സാലറി വരുമ്പോൾ പൊയ്ക്കോളാം, എന്തായാലും ചിലവ് കാശും ഞങ്ങളൊരു വിഹിതം തരാം എന്നുള്ള രീതിയിലൊക്കെ പറയുവാണ്. അപ്പം നമ്മുടെ സച്ചി പറയാണ്, അത് നേരാ, ഇനിയിപ്പോൾ അത് കണ്ടറിയാമെന്ന് പറഞ്ഞ് പിന്നെയും കളിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും നഷ്ടം ഉണ്ടായില്ലോ, ആൻറ്റി കൊടുത്ത ക്യാഷ് അത് എടുത്തിട്ട് പോയി, ആൻറ്റി സ്വന്തം മോനല്ലേ കൊടുത്തതെന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രേവതിക്ക് നല്ല ദേഷ്യം വരുവാണ്. രേവതി പറയാണ്, ആര് പറഞ്ഞു നഷ്ടം ഉണ്ടായില്ലെന്ന്? എനിക്ക് നഷ്ടമുണ്ടായി, എൻ്റെ കുടുംബക്കാർക്ക് നഷ്ടമുണ്ടായി. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ അനിയനെ കള്ളനാക്കി. ഈ സമയത്തൊക്കെ ഇയാളെന്താ മിണ്ടാതെ നിന്നുകൊണ്ടിരുന്നേ? അമ്മയ്ക്ക് മറവിയാണ്, തലവേദനയാണെന്നൊക്കെ ഓർക്കാം. ഇയാൾ വാ തുറന്ന് പറഞ്ഞില്ലല്ലോ ആൻറ്റി എനിക്ക് ക്യാഷ് തന്നോന്ന്, അതെന്താണെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അടി കിട്ടിയ പോലെ ആവുകയാണ്. അതേപോലെ തന്നെ ശ്രുതിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല. എന്നിട്ട് പറയാണ്, പരസ്പരം ഓരോന്ന് കാണിച്ച് ഒത്തു കളിച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലെന്നാണ് ഓർക്കുന്നതെന്നൊക്കെ ചോദിച്ച് രേവതി ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ അപമാനത്തിന് ആരും മറുപടി പറയുമെന്നൊക്കെ ചോദിക്കുവാണ്. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന കുടുംബക്കാരെ കാണിച്ചുകൊണ്ടുണ്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്